ബേസിക്കലി ഇത് നോക്കുമ്പോൾ ടീം പ്ലേ ആണ്. ഐ ആം പ്ലേയിങ് വിത്ത് ദ ടീം, ഇൻഡിവിജ്വലും കൂടെയാണ്. സോ ഐ ഗിവ് 20 points to myself and 10 for each one of you guys. That makes it 90. ഒരു 5 കൂട്ടി തന്നോട്ടെ. വണ്ടി നമ്മുടെ മേത്തേക്ക് മറിഞ്ഞു വീണതാ. എനിക്ക് ക്യാപ്റ്റന്റെ തീരുമാനമാണ്. അത് ഇവിടെ ചോദിച്ചാൽ മതി. ഇല്ല 20-20 റിസ്ക് മൊത്തം എടുത്തത് യോജിപ്പില്ല. കാരണം റിസ്ക് മൊത്തം എടുത്തത് റോഷനും ജിഷ്ണുവാണ്. അവിടെ വീണതെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു വെച്ചതും കേട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് പോയത്. അത് എടുക്കുക എന്നുള്ളത് നമ്മൾ കൂടി ഫ്ലാഗ് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഈ ഗെയിമിന്റെ പേര് ദി അഡ്വെഞ്ചർ എന്നാണ്. റിസ്ക് ഉള്ള ഗെയിം ആണ്. ആൻഡ് ഇൻ ദി എൻഡ് ദിസ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഗെയിം. ബീയിങ് യുവർ ക്യാപ്റ്റൻ, ഞാൻ ഓൾവേസ് ഐ ബീൻ ഫെയർ. സോ ഇവിടെയും ഞാൻ പറഞ്ഞു ആസ് എ ക്യാപ്റ്റൻ ഐ എം ടേക്കിംഗ് 20 points. ഇവർക്കും 20, ഇവർക്കും 20, നിങ്ങൾക്ക് 10 each ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് 20 for myself. താങ്കൾ എന്ത് എഫേർട്ട് അതിന്റെ അകത്ത് ഇട്ടത്? ഗ്രൗണ്ടിനകത്ത് എഫേർട്ട് എനിക്ക് ഉണ്ടാവശ്യമില്ല. ഇറ്റ്സ് മൈ ഡിസിഷൻ. നിങ്ങൾ ടീമായിട്ട് സംസാരിച്ച് ഇവരെന്തെങ്കിലും ചൂസ് ചെയ്ത് എനിക്ക് എന്റെ ഇഷ്ടത്തിന് കോയിൻസ് എന്റെ കയ്യിലാണ്. സോ ഐ എം ഗിവിംഗ് 20 to myself, 10 അത് ഫെയർ അല്ലാന്നാണ് ഞാൻ പറയുന്നത്. ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദാറ്റ് ഇസ് എ കേസ് അനീഷിന്റെയും ഫവാസിന്റെയും 5 points ഇവർക്ക് ഈച്ച് കൊടുത്തിട്ട് 25 നിങ്ങൾ ചെയ്തോളൂ. എനിക്കും അതൊരു പ്രശ്നമല്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻസിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നിങ്ങള് പിന്നെ തീരുമാനിക്കൂ. മസ്താനിയുടെ ക്യാപ്റ്റൻസി നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. ആരൊക്കെയുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ക്യാപ്റ്റൻസി ചലഞ്ച് ചെയ്യാണ്. അപ്പൊ അനീഷ് പിന്നെ മസ്താനിയെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻസി. ഓക്കെ, മസ്താനി റെഡി? വേറെ ഓപ്ഷൻ ഇല്ല. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ